ശ്രീ ജയചന്ദ്രൻ, ഞാൻ ആമുഖമായി സൂചിപ്പിച്ച രണ്ട് സാഹചര്യങ്ങളിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. ഒന്ന്, ഹിന്ദുത്വ കോർപ്പറേറ്റുകൾക്കെതിരെ എങ്ങനെയാണ് ഒരു ദിശാബോധത്തോടെ ഇന്ത്യൻ പ്രതിപക്ഷം മുന്നോട്ട് പോകേണ്ടത്. അത് പല ഘട്ടത്തിലും അറിയാം. അതിന് ശക്തമായ രാഷ്ട്രീയ ദിശാസൂചന നൽകുന്ന വിധത്തിലേക്ക് ഇടപെടൽ നടത്തിയിട്ടുള്ള പാർട്ടിയാണ് CPIM. ഒന്നാം UPA സർക്കാരിൻ്റെ മികവിലൊക്കെ നമ്മളത് കണ്ടതാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള CPIM അതിൻ്റെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്നു. വരും വർഷങ്ങളിലേക്കുള്ള 3 വർഷക്കാലത്തേക്കുള്ള പാർട്ടിയുടെ നയവും പരിപാടികളും എല്ലാം വ്യക്തതയോടെ തീരുമാനിക്കാൻ പോകുന്ന വളരെ സമഗ്രമായ പാർട്ടി കോൺഗ്രസ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ വഖഫ് ബില്ലിന്മേൽ ലോക്സഭയിൽ നടക്കുന്ന ചർച്ച. ഈ സാഹചര്യമാണ് ഞാൻ അത് രണ്ടും കൂടി ക്ലബ് ചെയ്തുകൊണ്ടാണ് ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് ആദ്യം ഒന്ന് വരുന്നത്. ശരത്തെ, ഈ പാർട്ടി കോൺഗ്രസ് 24ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുമ്പോൾ വരുന്ന 3 വർഷക്കാലത്തെ രാഷ്ട്രീയവും സംഘടനാപരവുമായ മുമ്പോട്ടുള്ള പോക്ക് എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായ ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുടെ ഒരു അവലോകനം വിലയിരുത്തൽ നടത്തുകയുമാണല്ലോ ചെയ്യുക. അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 3 വർഷക്കാലം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം നടന്ന ഇലക്ഷൻ പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ആണല്ലോ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അത് സ്വാഭാവികമായിട്ടുണ്ടാവും. അതിനുശേഷം മുമ്പോട്ടുള്ള പോക്ക് എത്രത്തോളമായി ഇന്ത്യയിലെ പ്രതിപക്ഷ നിര എങ്ങനെയാണ് പൊതുവിൽ ഇത്തരം കാര്യങ്ങളിൽ കടന്നു വന്നത്, അത്തരം കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ വരാനിരിക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണുന്നതും ചർച്ച ചെയ്യുന്നതും ഇന്ന് ലോക്സഭയിൽ സംഭവിച്ച വഖഫ് ബില്ലിന്റെ അവതരണം തന്നെയാണ്. അത് കേവലം ഒരു അവതരണം മാത്രമായിട്ടല്ല, മോദി സർക്കാരിന്റെ നയപരമായ ഈ പരിപ്രേക്ഷ്യങ്ങളുടെ ആകത്തുകയിലാണ് ഇപ്പൊ ഈ ബില്ലിനെ കാണേണ്ട സാഹചര്യം നമ്മൾക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ഈ ന്യൂനപക്ഷ വിരുദ്ധ ബിൽ എന്ന് ET ഉൾപ്പെടെ, അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ ബിൽ എന്നുൾപ്പെടെ ആൾക്കാർ ഇത് വിശേഷിപ്പിക്കുന്നത് അങ്ങനെയല്ല. അത് ന്യൂനപക്ഷ വിരുദ്ധമല്ല, അതിനോട് യോജിക്കേണ്ടതാണ് എന്ന് കേരളത്തിൽ തന്നെ ഒരു വിഭാഗം കത്തോലിക്ക ഇത് KCBCയുടെയും CBCIയുടെയും നേതാക്കൾ പറയുന്ന സാഹചര്യം അടക്കം നിൽക്കുന്നു. അതവിടെ ഈ 2 സാഹചര്യങ്ങളാണ് നമ്മുടെ മുമ്പാകെ ഇന്ന് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നിശ്ചയമായും പാർട്ടി കോൺഗ്രസ് തന്നെയാണ്. പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുമ്പോൾ കടന്നു വന്ന പാതകളിൽ എത്രത്തോളം മുന്നേറാനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി വരുന്നത്. ആ നിലയിൽ പരിഗണിക്കുമ്പോൾ വലിയ വെല്ലുവിളികൾ നിറഞ്ഞ രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടും സ്വന്തം നിലപാടുകളിൽ അല്പം പോലും വെള്ളം ചേർക്കേണ്ട ഒരു സാഹചര്യവും CPIMന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. അന്ന് പ്രകാശ് കാരാട്ട് രാവിലെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട്, കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞപ്പോഴും അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞത്. മതനിരപേക്ഷതയ്ക്ക് ഉണ്ടായിട്ടുള്ള ഭീഷണി, മൊത്തത്തിൽ ജനാധിപത്യത്തിന് തന്നെ ഉണ്ടായിട്ടുള്ള ഭീഷണി, ഭരണഘടനയ്ക്ക് ഉണ്ടായിട്ടുള്ള ഭീഷണി, ഇത്തരം നിരവധി ഭീഷണികൾക്കിടയിലാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പ്രവർത്തിക്കുന്നതെങ്കിലും ഇടതുപക്ഷത്തിന്റെ മൂല്യവത്തായ കമ്മിറ്റഡ് ആയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണല്ലോ ഇടതുപക്ഷം കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ചും CPIM അതിന്റെ പ്രതിബദ്ധത വ്യക്തമായും പറഞ്ഞിട്ട് തന്നെയാണ് ഓരോ വിഷയത്തിലും ഇടപെടുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് യൂണിയൻ ഗവൺമെന്റ്, കേന്ദ്ര ഭരണകൂടം രാഷ്ട്രീയ കക്ഷികളോട് മാത്രമല്ല ഓരോരോ സംസ്ഥാന ഗവൺമെന്റുകളോട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രകാശ് കാരാട്ട് കേരള ഗവൺമെന്റ് പെർഫോമൻസിനെ എടുത്ത് അവിടെ പറയുകയും ചെയ്തത്. കേരള ഗവൺമെന്റ് കേന്ദ്രത്തിന്റെ എല്ലാ തെറ്റായ നയങ്ങൾക്കുമെതിരെ സ്വന്തം നിലയിൽ നിന്ന് ഇച്ഛാശക്തിയോടെ പോരാടുന്നു എന്ന് മാത്രമല്ല, അത് മറ്റ് നിരവധി പ്രതിപക്ഷ ഗവൺമെന്റുകൾക്ക് കരുത്താകുന്നുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ എടുത്തു പറയുകയുണ്ടായല്ലോ. അപ്പൊ അത് നമ്മുടെ മുമ്പിലുള്ള, നമ്മൾ അറിയുന്ന, നമ്മൾ അനുഭവിക്കുന്ന വസ്തുത തന്നെയാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ എന്നുള്ളത്. ആ നിലയിലാണ് അതിനെ കാണേണ്ടതും ചർച്ച ചെയ്യേണ്ടതും. ആ നിലയ്ക്കുള്ള ചർച്ചകൾ തന്നെയാണ് പാർട്ടി കോൺഗ്രസിൽ നടക്കുക. എങ്ങനെയാണ് ഇത്തരം പോരാട്ടങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയുക പാർട്ടിക്ക്, സംഘടന എന്നുള്ള നിലയിൽ? പോരായ്മകൾ ഇല്ല എന്നല്ല, ഉള്ള പോരായ്മകളെല്ലാം അക്കൗണ്ട് നിരത്തി തന്നെയാണ് പാർട്ടി കോൺഗ്രസിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാറുള്ളത്. ആ ചർച്ചകൾ വരുന്നുമുണ്ട്. അപ്പൊ അത്തരം പോരായ്മകൾ ഉള്ളത് തിരുത്തി ഫലപ്രദമായി മുന്നേറാൻ കഴിയുന്ന നയങ്ങൾ, പരിപാടികൾ. ശ്രീ ജയചന്ദ്രൻ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ദേശീയ തലത്തിൽ രൂപപ്പെടേണ്ട വളരെ ക്ലാരിറ്റിയുള്ള
പ്രതിപക്ഷ രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന വളരെ ശക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, അതുപോലെ തന്നെ CPIM എന്ന രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ സംഘടനാ സംവിധാനം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിൻ്റെ സംഘടനാ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തും വിധത്തിലേക്ക് ഏതൊക്കെ തരത്തിലേക്ക് അതിൻ്റെ സംഘടനാ മികവ് അല്ലെങ്കിൽ സംഘടന കുറേ കൂടി ശക്തിപ്പെടുത്തുന്നതിന് വേണ്ട തീരുമാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ, ഇതെല്ലാം മറുഭാഗത്ത്. അവിടെയാണ് താങ്കൾ പറഞ്ഞതുപോലെ കേരള സർക്കാർ എന്നുള്ളത് മൂന്നാം ഊഴത്തിലേക്ക് പോകും വിധത്തിലേക്കുള്ള രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിൽക്കുന്നു. രാജ്യത്തെ BJP ഇതര സർക്കാരുകളുടെ പൊതുപ്രവർത്തനത്തിൽ ഏറ്റവും മികച്ചൊരു ദേശീയ ബദലായി എങ്ങനെയാണ് ഈ സർക്കാർ ഇതിനോടകം മാറിക്കഴിഞ്ഞിട്ടുള്ളത്, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ, ഇതെല്ലാം വളരെ വിപുലമായ തോതിൽ ഈ വരുന്ന വിവിധ സെഷനുകളിലൂടെ ഈ പാർട്ടി കോൺഗ്രസിൽ മുന്നോട്ട് പോവുകയാണ്. മധുര കോൺഗ്രസിൻ്റെ വളരെ സവിശേഷമായ രാഷ്ട്രീയ പ്രാധാന്യം എന്നുള്ളത് നാൾക്കുനാൾ കുറേ കൂടി ചർച്ച ചെയ്യപ്പെടുകയും അത് ഈ പാർട്ടി കോൺഗ്രസ് കഴിയുന്നതോട് കുറേ കൂടി വ്യക്തതയോടെ നമ്മുടെ മുമ്പിലേക്ക് വരികയും ചെയ്യും.